ദോഷങ്ങളൊന്നുമില്ല, എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയാ വന്നിരിക്കുന്നത്. ഓക്കെ, കൊണ്ടേക്കോളൂ. നമ്മളിത് വയനാട് ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലെത്തിയുള്ളൂ. ഇപ്പൊ ഗ്യാസിന്റെ സീനൊക്കെ നടക്കുന്നത് കൊണ്ട് ഇന്ന് സമരമാണ്. എവിടെയും ഭക്ഷണം ഇല്ല, ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല ഇതുവരെ. അങ്ങനെയല്ല, വരുമ്പോ ഒരു പഴക്കെ കഴിച്ചിട്ടാ വന്നത്. പക്ഷെ നമുക്ക് കിട്ടാത്ത രവലി മിൽക്കും കഴിച്ചെങ്കിലും ചോറ് തിന്നാൻ മുട്ടിയിട്ട് പാടില്ല. അപ്പൊ അരിഭക്ഷണം വേണം. കൊള്ളാം, അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ. അപ്പൊ പറഞ്ഞു വന്നത്, ഞങ്ങൾ വേഗം കഞ്ഞിയും പയറും പിന്നെ വരുന്ന വഴിക്ക് എരുന്ത് കണ്ട്. അപ്പൊ എരുന്ത് വാങ്ങിച്ചു, തോടോടുള്ള എരുന്ത്. ഞങ്ങൾക്ക് ഇത് എറണാകുളത്ത് കിട്ടൂല കേട്ടോ, നമുക്ക് അതിന്റെ ഇറച്ചി മാത്രമേ കിട്ടില്ല. അപ്പൊ അതും വാങ്ങിച്ചു. അപ്പൊ നമുക്ക് ഇത് താളിക്കാം, ചെറുപയറും കഞ്ഞി ഉണ്ടാക്കാം. പയറും കഞ്ഞി. അതിന് വിശന്നിട്ട് ഒരു വർത്താനം വരുന്നില്ല, ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. നിനക്ക് ഉണക്കമീൻ പൊരിക്കാൻ വാട്ട് ഈസ് ഇംഗ്ലീഷ് അറിയോ? എന്തൊക്കെയാ വേണ്ടത്? കേരളത്തിൽ എന്തൊക്കെയാ നടക്കുന്നത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്നും വെച്ചുണ്ടാക്കില്ല. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? മീൻകാരന്റെ കെട്ടിയോളായിട്ട് അഭിനയിച്ചത് കൊണ്ട് കൊറേ മീൻ കഴുകി ശീലുണ്ട്. മീൻകാരൻ മൂസന്നെ കെട്ടിയതിന്റെ സമ്മതം ഉണ്ടായിട്ടാ. മോര് സെറ്റാക്കി. സൂപ്പർ മോരല്ലേ? ഓ സൂപ്പർ. ഇത് ഏട്ടൻ്റെ സ്പെഷ്യലാട്ടോ. നമ്മൾ ഉണക്കമീൻ ആക്കിയ മസാലയിലേക്ക് ഇതാ ഈ തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് ഇങ്ങനൊരു പരിപാടി ഉണ്ട്, അത് കാണിച്ചു തരാം എങ്ങനെയാണ്. ലാസ്റ്റ് പൊരിച്ച് ഉണക്കമീൻ ഇതങ്ങനെ ഒടച്ചിട്ട് മിക്സ് ചെയ്തിൻ്റെ കൂടെ കേട്ടോ. എരുന്ത് താളിച്ചത്, കഞ്ഞി, മുളക് ചുട്ടെടുത്ത ചമ്മന്തി, പിന്നെ നമ്മൾ വാങ്ങിച്ച അച്ചാറാട്ടോ. എന്താ പിന്നെ നേരത്തെ ഏട്ടൻ ഉണ്ടാക്കിയ ഉണക്കമീനൊക്കെ മിക്സ് ചെയ്ത് തക്കാളിയും പച്ചമുളകും ഇട്ടൊരു സൈഡ് ഡിഷ് ഇട്ട്. സുരഭി ചേച്ചി ഉണ്ടാക്കിയ മോര്, നമ്മളെ പൊന്നൂസ് ഉണ്ടാക്കിയ ഓംലെറ്റ്, പിന്നെ പപ്പടം. യമ്മി, സൂപ്പറാണോ? യമ്മിയോടെ യമ്മി. ആ എരുന്തിന്റെ വെള്ളം കൊണ്ട് ഒഴിക്കുക.